ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നപ്പോഴത്തേനും അവിടെ കൂട്ടുകാരുണ്ടായിരുന്നു. ആ കൂട്ടുകാരുമായിട്ട് ഇവരിങ്ങനെ ഒരു 4 കൊല്ലം കിടന്നപ്പോഴത്തേനും ഇങ്ങനെ വിശേഷം പറഞ്ഞില്ലേ, ആ കൂട്ടിൽ ഇങ്ങനെ പറഞ്ഞു പോയി. അങ്ങനെ അത് കഴിഞ്ഞാണ് 4 കൊല്ലം കഴിഞ്ഞാണ് ജയിലിൽ നിന്ന് ഇറങ്ങി അവൻ ഇവിടെ വന്ന് അവൻ്റെ ജോലി തന്നെ സ്റ്റിക്കർ കട്ടിങ്ങും അങ്ങനെയുള്ള കേസ് കേട്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഞാനും എൻ്റെ മകനും കൂടിയായിട്ട് 3-4 ദിവസം ആയുള്ളൂ. അത് അന്നേരം തന്നെ ഞാനും എൻ്റെ മകനും കൂടെ വഴക്കുണ്ടായി. അവൻ വീണ്ടും വാടക വീട്ടിലേക്ക് പോയി. വാടക വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയുടെ വീട് കരിപ്പാടത്തേക്ക് പോയി. അവരവിടെ വാടക വീട്ട് താമസമായി. അപ്പോഴത്തേനും അവൻ്റെ അമ്മായി അച്ഛൻ വീണ്ടും അവനൊരു കടയിട്ട് കൊടുത്തു. നമ്മുടെ തലയിലപ്പുറം നിന്ന് വടക്കോട്ട് ചെല്ലുമ്പോഴത്തേനും കിഴക്കേ സൈഡിൽ പാലാങ്കടവ് പാരുന്നത് അടുത്ത് കിഴക്കേ സൈഡിലായിരുന്നു കട. അങ്ങനെ ഇരുന്ന നാളിൽ എൻ്റെ പെങ്ങളുടെ ഒരു ശല്യമായിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അതായത് അവിടെ ഒരു പ്രമാണം മേടിച്ച് പണയം വെച്ചാണ് ഈ ഇതിക്ക് മുമ്പ് നിന്നത്. അല്ലേ ഇങ്ങനെ നിരന്തരം ശല്യമായപ്പോഴത്തേനും അവൻ വീണ്ടും അവൻ എന്നായി നിരന്തരം ലക്ഷങ്ങളാണ് കൊണ്ടത്. ഒരു സ്ഥലത്തും 2 സ്ഥലത്തും 3 സ്ഥലത്തൊന്നും അല്ല, ലക്ഷങ്ങളിലെ കോടികളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കടക്കാരിയെന്ന് അവൻ എന്നായും അവസാനം അവൻ വീണ്ടും പഴയ പണി തുടങ്ങി. അങ്ങനെയാണ് വീണ്ടും കള്ളനോട്ട് കേസിൽ അകപ്പെട്ടത്. അങ്ങനെ ഇപ്പോഴും കള്ളനോട്ട് കേസിൽ പിടിയായി കിടക്കുക. അപ്പം ഞാനിത് പൊക്കിയെടുക്കാൻ കാരണം എന്നാ അറിയാവാം, ഇനി ഇവൻ ഈ ശിക്ഷ കഴിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ കൂടേണ്ടി വരും. കാര്യം ഞാൻ കിടക്കപ്പാടേ ഇല്ല. എന്നാ ചെയ്യും? വേറെ 10 രൂപ കിട്ടാനും ഇല്ല. മാക്സിമം മേടിക്കാവുന്ന എത്രയോ സ്ഥലത്തു നിന്ന് അവൻ മേടിച്ച് കോടികളാണ് ഈ മാസം എൻ്റെ മകനിൽ നിന്ന് പറ്റിച്ച് മേടിച്ചത്. ഇനി എന്നാ ചെയ്യും? അവസാനം അവൻ നോക്കിയപ്പോഴത്തേന് ഈ മാർഗം കണ്ട് അവൻ ആ വഴിക്കിലായിട്ട് പോയി. അങ്ങനെയാണ് വീണ്ടും ഞാൻ ഈ കാര്യം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാത്തൻ്റെ മകളുടെ അടുത്ത് ചെന്നിട്ട് മകളുടെ നമ്പർ മേടിച്ച് നൈസിയുടെ നമ്പർ മേടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞാൽ ഈ ശനിയാഴ്ച ഇല്ല, അതിന് മുമ്പുള്ള ശനിയാഴ്ച പോയി ഞാനിവിടെ നമ്പർ മേടിച്ചിട്ട് ഞായറാഴ്ച രാവിലെ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു, എടി പെട്ടെ നിന്റെ തന്ത ഭൂമിയുടെ മുകളിൽ ഇല്ല, മരിച്ചുപോയി. ഉടനെ അവൾ ചോദിക്കുക വല്ലതും കൊന്നതാണോ? ഞാൻ പറഞ്ഞു കൊന്നതാണെങ്കിലും മരിച്ചതാണെങ്കിലും പൊന്നുമോളെ ഒരു കാര്യം ചെയ്തു, എത്രയ്ക്കും വേഗം നീ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ ഈ കാര്യം ഞാൻ പോലീസുമായിട്ട് പറഞ്ഞോളാം എന്നും പറഞ്ഞ് സ്വിച്ച് ഓഫ് ആക്കി. അല്ലേ അവൾ പിന്നെയും വിളിച്ചേ. അങ്ങനെ വിളിച്ച് അവസാനം 3-4 പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്കും പിന്നെ ഞാൻ അവസാനം പറഞ്ഞിട്ട് പറയേണ്ടി വന്നുപോയി, നിന്റെ മകനെ തന്തയെ കൊന്നത് എൻ്റെ മകനാണ് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് വൈക്കം പോലീസ് സ്റ്റേഷനിൽ വന്ന് അവൾ പരാതി കൊടുത്ത് അവിടുന്ന് പോലീസോട് വന്ന് പോലീസിനോട് ഞാൻ എല്ലാ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് ഈ വിഷയം പുറത്തു വന്നിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? എപ്പോഴാണ് സംഭവിച്ചത്? സംഭവിച്ചവൻ്റെ കടയെടുത്തിട്ടോ തലിക്കുന്നതാ. കാര്യം വേറെ രക്ഷയില്ല. അത്രയ്ക്കും പീഡനായിരുന്നു ഇവരിൽ നിന്നും, മാത്തിൽ നിന്നും അത്രയ്ക്കും പീഡനായിരുന്നു. അതായത് ഇത് ആദ്യം മുതൽ അവസാനം വരെയും പറഞ്ഞെങ്കിലേ മോന് മനസ്സിലാകുള്ളൂ. മാത്തിൽ നിന്ന് പീഡനം ഉണ്ടായതുകൊണ്ടാണ് മാത്തനെ പീഡനം പറഞ്ഞാൽ കോടികൾ കവർന്നു 3-4 കൊല്ലം കൊണ്ട് എൻ്റെ മോനിൽ നിന്ന് കോടികളാണ് കവർന്നിരിക്കണം. അല്ലാതെ വേറെ ഒരു രക്ഷകളല്ല, കോടികളാണ്. അവസാനം രക്ഷയില്ലാതെ തല്ലിയവനോ കൊന്നവനാ. എവിടെയാണ് ബോഡി? ബോഡി അവിടെ തന്നെ കുടിച്ചിട്ട് അവിടെ തന്നെ ആ കടയുടെ അകത്ത് തന്നെ കുടിച്ചിട്ട്. കടേന്റെ അകത്ത് ആ കട നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പം മറ്റേ ബിൽഡിംഗ് വന്നിരിക്കുന്നത്. അവിടെ ഇവിടെ ബിൽഡിംഗ് ആയിപ്പോഴാണ് അവിടെ ബിൽഡിംഗ് ആണെങ്കിലും. പക്ഷേ അന്വേഷണം കൃത്യമായിട്ട് വ്യക്തതയില്ല, എവിടെയാണ് കുഴിച്ചിട്ടെന്നുള്ളതിന് വ്യക്തതയില്ല. അനീഷ് ഇപ്പോഴും പോലീസുകാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടെയാണെന്ന് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ അവിടെ ഇല്ല. ആ വടക്കോർത്തിൽ വേറാനുണ്ട് അതിനകത്ത് തന്നെ. വടക്കുപുറത്ത് ഈ കടയുടെ അകത്തുനിന്ന് പുറത്തു പോയിട്ടില്ല. കടയിരുന്ന ഭാഗം നോക്കിയാൽ ഈ കടയുടെ അകത്തുനിന്ന് പുറത്തു പോയിട്ടില്ല. ഇത് എപ്പോഴാണ് എങ്ങനെയാണ് ഇത് അച്ഛനെ അറിയിക്കുന്നത്? എങ്ങനെയാ ഈ പ്രേമനെ അറിയിച്ചതാ. എപ്പം? ഈ ഗുജറാത്ത് ജയിലിൽ നിന്ന് പോകുന്നതിന് ശേഷം. അത് എപ്പോഴാണ്? ഗുജറാത്ത് ജയിലിൽ നിന്ന് വന്നിട്ട് 7 മാസമായിട്ടുള്ളൂ. 7-8 മാസമായിട്ടുള്ളൂ. 8 മാസം മുമ്പാണ് വിളിച്ചറിയിച്ചത്. അല്ല, എഴുത്തറിയിച്ചത്. ഇദ്ദേഹത്തിന് മറ്റുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ കൊലപാതകം നടന്നെന്ന് പറഞ്ഞപ്പോ ബാക്കി കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം. ആ എഴുത്ത് ഉണ്ടോ ഇവിടെ കയ്യിലുണ്ടോ? ഞാൻ ഇവിടെ വല്ലപ്പോഴും ഞാനിവിടെ വീട്ടിൽ കാണാറില്ല. രാവിലെ പോയാ വൈകിട്ട് ഇങ്ങനെ വല്ല എഴുതുമ്പോഴൊന്നും അവിടെ മേടിച്ചിട്ടേക്കും. നമുക്ക് വായിക്കേണ്ട കാര്യമില്ല.
ഉം. വല്ലപ്പോഴൊക്കെ അവൻ വരും. അപ്പോഴും ഞാൻ ഇവനോട്ട് കാണാറുമില്ല. ഓക്കെ. അന്നത്തെ